വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. ഞാൻ അശ്വതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10.3 എക്സസൈസിലെ സർക്കിൾസിന്റെ ചാപ്റ്ററിലെ 10.3 എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. If tangents PA and PB from a point P to a circle with center O are inclined to each other at an angle of 80 degree, then angle POA is equal to. സോ നമുക്ക് തന്നിരിക്കുന്ന വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ഡയഗ്രാം അല്ലെങ്കിൽ ഫിഗർ ആണിത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ആംഗിൾ ഫുൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ എ പി ബി എന്ന് പറയുന്ന ആംഗിൾ അത് 80 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പി ഒ എ എന്ന് പറയുന്ന ഈ ഹാഫ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിൽ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണ്? റേഡിയസും ടാൻജന്റും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇത് 90 ആണ്, ഇത് 90 ആണെന്ന് അറിയാം. ഈ 80ക്ക് പകരം ഇവിടെ 40യും ഇവിടെ 40 ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ ഇവിടെ ആൻസർ കിട്ടും. ഈ പി ഒ എ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 90 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്, ഇവിടെ അറിയില്ല. അപ്പൊ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 80 കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിനെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഈക്വൽ ആയിട്ടാണോ ബൈസെക്ട് ചെയ്തിരിക്കുന്നത്, രണ്ടുപേരും 40-40 ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ പി ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ പി ഒ എ എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? ഈ രണ്ട് ട്രയാങ്കിളും കോൺകുറന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ 40 + 40 80 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസിനെ ഒന്ന് കോൺകുറന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഒ ബിയും സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഒ എയും രണ്ടും റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. സോ അത് രണ്ടും ഈക്വൽ ആണ്. ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ റേഡിയസ്. നെക്സ്റ്റ് ഒ പി എന്ന് പറയുന്നത് കോമൺ സൈഡ് ആണ്, രണ്ട് ട്രയാങ്കിളിനും ഉള്ള സൈഡ് ആണ്. സോ ഒ പി ഈസ് ഈക്വൽ ടു ഒ പി, റീസൺ എന്താ? കോമൺ സൈഡ്. ദെൻ തേർഡ് നമുക്ക് പറയാൻ പറ്റുന്നത് പി എ ഈസ് ഈക്വൽ ടു പി ബി. ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചിരുന്നു. സെക്കൻഡ് തിയറി ആണ്. എന്താണ്? ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഡ്രോ ചെയ്തിട്ടുള്ള സർക്കിളിലേക്ക് ഡ്രോ ചെയ്തിട്ടുള്ള രണ്ട് ടാൻജൻസ് അവരുടെ ലെങ്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പി എ ഈസ് ഈക്വൽ ടു പി ബി, ടാൻജൻസ് ഫ്രം സെയിം എക്സ്റ്റേണൽ പോയിന്റ്. സോ മൂന്ന് സൈഡ്സ് ആണ് നമുക്ക് ഈക്വൽ ആണ് കിട്ടിയത്. സോ എസ് 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 കോൺകുറൻസി. ഈ രണ്ട് ട്രയാങ്കിൾസ് നമുക്കപ്പോൾ കോൺകുറന്റ് ആണ് കിട്ടി. കോൺകുറന്റ് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആസ് ട്രയാങ്കിൾ പി ഒ ബി ആൻഡ് ട്രയാങ്കിൾ പി ഒ എ ആർ കോൺകുറന്റ് ടു ഈച്ച് അതർ, ആംഗിൾ ബി പി ഒ ഈസ് ഈക്വൽ ടു ആംഗിൾ എ പി ഒ, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. എന്താണ്? ഈ ഒരു ആംഗിള് ഇത്രയുള്ള ഈ ആംഗിളും ഇത്രയുള്ള ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എത്രയായിരിക്കും? 40 + 40 ആയിരിക്കും. എന്നാലേ 80 വരുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ 40 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം. ഇത് മാത്രം 40 ആണെന്ന് നമുക്ക് കിട്ടി, ഇത് 90 ആണെന്നറിയാം. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ഇൻ ട്രയാങ്കിൾ പി ഒ എ ആംഗിൾ സം പ്രോപ്പർട്ടി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടു, കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അപ്പൊ ഞാൻ അതിന് പറഞ്ഞിരുന്നു, ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ മൂന്ന് ആംഗിൾസും അകത്തുള്ള ഇന്റീരിയർ ആയിട്ടുള്ള മൂന്ന് ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ APO plus angle POA plus angle OAP
is equal to 180 degree. Reason എന്താ? Angle sum property. Angle sum property എന്ന് പറയുമ്പോൾ എന്താണെന്നും കൂടി അറിയണം. എന്താണ്? Internal angles of a triangle. Sum of internal angles of a triangle is 180 degree. അപ്പോൾ APO 40 ആണ്. 40 degree plus POA ആണ് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. Plus OAP 90 is equal to 180 degree. That is x plus 130 degree is equal to 180 degree. X is equal to 180 minus 130 is equal to 50 degree. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടുപിടിക്കേണ്ട x എന്ന് പറഞ്ഞ ആംഗിൾ അല്ലെങ്കിൽ POA എന്ന് പറയുന്ന ആംഗിൾ എത്രയായിട്ട് കിട്ടി? അത് 50 ഡിഗ്രി ആണെന്ന് കിട്ടി. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. താങ്ക് യു.